സിനിമാ മേഖലയിലെ പ്രശ്നം രാഷ്ട്രീയമാകുമോ എന്നൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉന്നയിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിലെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ MLA കൂടിയായിട്ടുള്ള ചലച്ചിത്ര താരം മുകേഷിനെതിരെ വന്ന ആരോപണമാണ്. ഈ ആരോപണത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പരാതിക്കാരി അല്ലെങ്കിൽ ആരോപണം പറയുന്ന ആൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ പരാതി നൽകണം. പരാതി നൽകിയാൽ മാത്രമേ ഈ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാജിയിലേക്കൊക്കെ ഈ സംഭവങ്ങൾ പോവുകയുള്ളൂ. പരാതി നൽകിയാൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഇന്ന് പോലീസിലെ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്, അവർ നിയമോപദേശം തേടുകയാണ്. ഇത് ഒരു നിസ്സാര കാര്യമല്ല. പരാതികൾ വരണം, പരാതിയിൽ മൊഴി രേഖപ്പെടുത്തണം, മൊഴിയിൽ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുകേഷ് രാജിവെക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ആര് പരാതി നൽകിയാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നിയമമാണ്. പക്ഷേ ആ പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യാവസ്ഥ ഉണ്ടോ എന്നത് ഉൾപ്പെടെ പോലീസ് പിന്നീട് പരിശോധിച്ചാണ് അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ മുകേഷ് രാജിവെക്കാതിരിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം. CPM നേതൃത്വം അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുകയാണെങ്കിൽ മുകേഷ് MLA രാജിവെക്കില്ല. ഇത് മുമ്പത്തെ പോലെ വന്നൊരു ആരോപണം പോലെ അത് അങ്ങ് പോവും. അതുകൂടാതെ മുകേഷിനെതിരെ നടക്കുന്ന സമരങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തമില്ലാത്തതും CPM നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. അതായത് ജനങ്ങൾ ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് CPM നേതൃത്വം മനസ്സിലാക്കുന്നത്. ഇന്നലെ യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ നടത്തിയ സമരങ്ങളിൽ ജനപങ്കാളിത്തമില്ലാതിരുന്നത് CPM നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് പ്രതിഷേധം നടത്തി, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി. പക്ഷേ പ്രതിഷേധങ്ങളെല്ലാം അവിടെ തന്നെ തീരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്ന് CPM നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരും. കാരണം ഇതൊരു പരാതിയാണ്. പരാതിയിന്മേൽ മൊഴി രേഖപ്പെടുത്തണം, FIR രജിസ്റ്റർ ചെയ്യണം, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതുവരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ മുകേഷിനെതിരെ ഒരു നടപടിക്ക് CPM നേതൃത്വം നിൽക്കില്ല, അല്ലെങ്കിൽ മുകേഷിനോട് രാജിവെക്കാൻ CPM നേതൃത്വം ആവശ്യപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പോലീസ് ഇന്ന് നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ കേസുകളുമായി മുന്നോട്ട് പോകണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് പോലീസ് ഉന്നതതല യോഗത്തിൽ അവർ നിയമോപദേശം തേടും.